ഇന്ന് നമുക്ക് ക്യാരറ്റ് പുഡിംഗ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് തൊലി കളഞ്ഞ് എടുക്കാം. അതിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം ഞാനിവിടെ അല്പം വെള്ളവും അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് വേവിച്ചെടുത്തത്. നിങ്ങൾക്ക് സൗകര്യം പോലെ വേവിച്ചെടുക്കാം. അതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഈ വേവിച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 2 ടേബിൾ സ്പൂൺ വറുത്ത നിലക്കടല തൊലി കളഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ കൂടെ ചേർക്കുന്നുണ്ട്. 1 ലിറ്റർ പാൽ ചേർത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം തിളക്കട്ടെ. ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഏകദേശം ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലൊരു കടായി വെച്ച് കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളയ്ക്കട്ടെ. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അഗരഗർ പൗഡർ ഒരു ബൗളിലേക്ക് ചേർത്ത് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അഗരഗർ മിക്സർ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് 1-2 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചേർത്ത ശേഷം ഏകദേശം ഒരു 3 മിനിറ്റോളം ഒന്ന് തിളച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അല്പം ഒന്ന് തണുത്ത ശേഷം ഇത് ഒഴിച്ച് വയ്ക്കാനുള്ള ഏത് പാത്രമാണോ അതൊന്ന് നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കാം. അത് ഞാനിപ്പോൾ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നെയ്യോ എണ്ണയോ ഏത് ഉപയോഗിച്ചാൽ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്ത ശേഷം അല്പം ഒന്ന് തണുത്ത ശേഷം നമുക്കിത് ആ ബൗളിലേക്ക് മാറ്റാം. തണുത്ത ശേഷം ഇത് ഫ്രിഡ്ജിലെ കവർ ചെയ്ത ശേഷം ക്ലീൻ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്ത് ഫ്രീസറിലേക്ക് വെച്ചതാണ്. ഒരു 6 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. നമ്മുടെ ക്യാരറ്റ് പുഡിംഗ് തയ്യാറായി.